ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും IT അഴീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഗ്യാസ് വെൽഡിംഗ് ടോർച്ച് അഥവാ ബ്ലോ പൈപ്പ്, അതുപോലെ ഗ്യാസ് ഫ്ലെയിംസ് എന്നീ ടോപ്പിക്കിനെ സംബന്ധിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അഴീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഓക്സി അസറ്റ്ലിംഗ് വെൽഡിങ്ങിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ടോർച്ച് ബ്ലോ പൈപ്പിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോ പൈപ്പ് ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ഓക്സിജൻ ആൻഡ് അസറ്റ്ലിംഗ് ഇൻ അക്യുറേറ്റ് എമൗണ്ട് ടു പ്രൊഡ്യൂസ് ഫ്ലെയിം. ബ്ലോ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഓക്സിജനും അസറ്റ്ലിംഗ് തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടി, കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഫ്ലെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്ലോ പൈപ്പ്. Oxygen is controlled from a control valve and reaches the mixing chamber where both the gases combine and pass through the head, produces flame from tip of the nozzle. അപ്പോൾ ആദ്യം നമുക്ക് ഓക്സിജൻ കൺട്രോൾ വാൾവിൽ കൂടെ കൺട്രോൾഡ് ആയിട്ടുള്ള അളവിലാണ് മിക്സിംഗ് ചാമ്പറിൽ എത്തുന്നത്. മിക്സിംഗ് ചാമ്പർ നിങ്ങൾക്കറിയാം, രണ്ടും കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചാമ്പറാണ്. അതിനുള്ളിൽ വെച്ചിട്ടാണ് ഓക്സിജനും അസറ്റിലും ശരിയായി മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത ഗ്യാസാണ് ഈ നോസിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എത്തുന്നത്. ഇവിടെയാണ് നമുക്ക് ഫ്ലെയിമായിട്ട് മാറുന്നത്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ചിത്രം നോക്കിയാൽ അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഒരു ബ്ലോ പൈപ്പിൻ്റെ ഭാഗങ്ങൾ എന്നുള്ള ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ബ്ലോ പൈപ്പ്. ബ്ലോ പൈപ്പിൻ്റെ തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് ബ്ലോ പൈപ്പ്. പ്രധാനമായി 2 തരത്തിലുള്ള ബ്ലോ പൈപ്സാണ് ഉള്ളത്. ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് ഓർ നോൺ ഇഞ്ചക്ടർ ടൈപ്പ് ബ്ലോ പൈപ്പ്, ലോ പ്രഷർ ബ്ലോ പൈപ്പ് ഓർ ഇഞ്ചക്ടർ ടൈപ്പ് ബ്ലോ പൈപ്പ്. അപ്പോൾ ഒന്ന് ഹൈ പ്രഷർ ബ്ലോ പൈപ്പാണ്, അതിന് ഇഞ്ചക്ഷൻ ഉണ്ടാവില്ല. നെക്സ്റ്റ് ലോ പ്രഷർ ബ്ലോ പൈപ്പ് ഉണ്ട്, അതിന് ഇഞ്ചക്ഷൻ എന്നൊരു പാർട്ട് കൂടിയുണ്ട്. അപ്പം ഇതിൻ്റെ വർക്കിംഗ് ചിത്രം നോക്കി ഒന്നുകൂടി അറിയാൻ പറ്റും. 2 കളറായിട്ട് കാണിച്ചിട്ടുണ്ട്. റെഡ് കളറിൽ വരുന്നത് അസറ്റിലാണ്, പച്ച കളറിൽ വരുന്നത് ഓക്സിജനാണ്. ഇപ്പം ഓക്സിജൻ്റെ സിലിണ്ടർ ബ്ലാക്ക് കളറാണെങ്കിലും അതിന് കൊടുക്കുന്ന പൈപ്പുകളും മറ്റൊക്കെ സാറിന് ഗ്രീൻ കളറിന് കൊടുക്കാറുണ്ട്. അപ്പം റെഡ് കളറും ഗ്രീൻ കളറിലും വരുന്നിട്ട് അത് മിക്സായിട്ട് വരുന്നത് നോസിലേക്ക് വരുന്നത് എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അടുത്തതായിട്ട് യൂസ് ഓഫ് ബ്ലോ പൈപ്പ്. ബ്ലോ പൈപ്പിൻ്റെ യൂസാണ് പറയുന്നത്. ഈച്ച് ടൈപ്പ് കൺസിസ്റ്റ് ഓഫ് എ വെറൈറ്റി ഓഫ് ഡിസൈൻസ് ഡിപ്പെൻഡിങ് ഓൺ ദ വർക്ക് ഫ്രം വിച്ച് ബ്ലോ പൈപ്പ് ലിക്വിഡ്. അപ്പോൾ ഓരോ ഇതും ഹൈ പ്രഷർ ആയാലും ലോ പ്രഷർ ആയാലും അതിന് ഓരോ ഡിസൈൻസിന് ചെറിയ മാറ്റങ്ങളുണ്ട്. ദറ്റ് ഈസ് ഗ്യാസ് വെൽഡിങ്, ബ്രേസിംഗ്, വെരി തിൻ ഷീറ്റ് വെൽഡിങ്, ഹീറ്റിംഗ് ബിഫോർ ആഫ്റ്റർ വെൽഡിങ്, ഗ്യാസ് കട്ടിങ്. ഇതൊക്കെ നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഗ്യാസ് വെൽഡ് ചെയ്യാൻ പറ്റും, ബ്രേസിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ കനം കുറഞ്ഞ ഷീറ്റ് വെൽഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഹീറ്റിംഗ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത് ഫസ്റ്റ് പറഞ്ഞതുപോലെ ഈക്വൽ ആൻഡ് ഹൈ പ്രഷർ ബ്ലോ പൈപ്പ്. ഈക്വൽ ഓർ ഹൈ പ്രഷർ, എന്താണ് ഹൈ പ്രഷർ ബ്ലോ പൈപ്പ്, എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കുക. ദി HP ബ്ലോ പൈപ്പ് ഈസ് സിംപ്ലി എ മിക്സിംഗ് ഡിവൈസ് ടു സപ്ലൈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ വോളിയം ഓഫ് ഓക്സിജൻ ആൻഡ് അസറ്റ്ലിംഗ് ടു ദ ടിപ്പ്. അപ്പം ഇത് സാധാരണഗതിയിൽ ഇത് പ്രധാനമായിട്ട് അസറ്റിലും ഓക്സിജനും ഒരേപോലെ അളവിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ വാൾവ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഗ്യാസസ് ആസ് റിക്വയർഡ്. അപ്പോൾ അതിനുശേഷം മിക്സ് ചെയ്തതിനു ശേഷം ഇത് പുറത്തേക്കുള്ള വാൾവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊരു കൺട്രോൾ വാൾവും ഉണ്ടായിരിക്കും. ഓരോന്നും നമുക്ക് പ്രത്യേകം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്സിജൻ അളവ് കൂട്ടെങ്കിലും കുറയ്ക്കാനൊക്കെ ഇത് സുഖമായിട്ട് പറ്റും. ദാറ്റ് ഈസ് the blow pipe or gas welding torches are used for welding ferrous and non-ferrous metals, joining thin sheets by fusing the edges. അപ്പോൾ എന്താണ് ഈ ബ്ലോ പൈപ്പ് ഒരു ഗ്യാസ് വെൽഡിംഗ്? ബ്ലോ പൈപ്പിൻ്റെ വേറൊരു പേരാണ് ഗ്യാസ് വെൽഡിംഗ് ടോർച്ച്. 2 രൂപത്തിൽ പറയും. ബ്ലോ പൈപ്പ് എന്നും പറയുന്നു, ഗ്യാസ് വെൽഡിംഗ് ടോർച്ച് എന്നും പറയും. ഇത് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് നമുക്ക് ഫെറസ്, ഇരുമ്പ് കൂടിയതും ഇരുമ്പ് കൂടാത്തതായിട്ടുള്ള മെറ്റൽസൊക്കെ നമുക്ക് ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതേമാതിരി ജോയിൻ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കാം. എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്? ഒന്നുകിൽ ജോയിൻ ചെയ്യേണ്ട മെറ്റലുകളിലെ 2 എഡ്ജ് ഉരുക്കി ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ അഡീഷണലായിട്ട് ഫില്ലർ മെറ്റൽ ആഡ് ചെയ്തിട്ടും നമുക്ക് വെൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രീ ഹീറ്റിംഗ് ദ പോസ്റ്റ് ഹീറ്റിംഗ് ഓഫ് ജോബ്. നമുക്ക് അതുകൂടാതെ നമുക്ക്
മെറ്റലൊക്കെ വെറുതെ ചൂടാക്കാൻ വേണ്ടി പറ്റും, ബ്രേസിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ, പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. എ ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഓൺ ലോ പ്രഷർ സിസ്റ്റം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈ പ്രഷർ ഒരു കാരണവശാലും ലോ പ്രഷറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഇൻറ്റേർണൽ പാർട്സ് വ്യത്യാസമുണ്ടാകും. എന്നാൽ ലോ പ്രഷർ പൈപ്പ് നമുക്ക് വേണമെങ്കിൽ ഹൈ പ്രഷറിന് ഉപയോഗിക്കാം. കാരണം ഇതിന് ഇഞ്ചക്ടർ എന്ന ഭാഗം ഇതിനുണ്ടാവില്ല, ഇതിന് മിക്സിംഗ് ചാമ്പർ മാത്രമേ ഇതിനുണ്ടാവുള്ളൂ. കാരണം ഹൈ പ്രഷറിലാണ് ഇത് വരുന്നത്, കൺട്രോൾ ചെയ്താൽ മാത്രം മതി. അടുത്തായിട്ട് വീണ്ടും, ദി ഈക്വൽ പ്രഷർ ബ്ലോ പൈപ്പ് കൺസിസ്റ്റ് ഓഫ് 2 ഇൻലെറ്റ് കണക്ഷൻസ് ഫോർ അസറ്റിലിംഗ് ആൻഡ് ഓക്സിജൻ ഗ്യാസ് കെപ്റ്റ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ്. അപ്പോൾ 2 ഹൈ പ്രഷർ സിലിണ്ടേഴ്സിൽ നിന്ന് വരുന്ന ഗ്യാസ്, അത് 2 ഇൻലെറ്റ് കണക്ഷൻസ് ഈ ബ്ലോ പൈപ്പിൽ ഉണ്ടായിരിക്കും. 2 കണക്ഷൻസ്, ഒന്ന് അസറ്റിലിനും ഒന്ന് ഓക്സിജനും. 2 control valves to control the quantity of flow of gases and a body inside which the gases are mixed in the mixing chamber. അപ്പോൾ ഇതിനൊരു 2 വാതകത്തെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ വാൾവ് ഉണ്ടായിരിക്കും. അതിന് ആ കൺട്രോൾ വാൾവ് വെച്ചിട്ടാണ് ഇത് രണ്ടും കൺട്രോൾ ചെയ്യുന്നത്. ആ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ മിക്സിംഗ് ചാമ്പറിലേക്ക് എത്തിക്കുന്നത്. ദ മിക്സഡ് ഗ്യാസസ് ഫ്ലോ ത്രൂ ദ നെക്ക് പൈപ്പ് ടു ദ നോസിൽ ആൻഡ് ദെൻ ഗെറ്റ് ഇഗ്നൈറ്റഡ് അറ്റ് ദി ടിപ്പ് ഓഫ് ദി നോസിൽ. അപ്പോൾ ഈ മിക്സ് ചെയ്ത ഓക്സി അസിറ്റിലിൻ ഗ്യാസിൻ്റെ മിക്സ് എവിടേക്ക് എത്തും? നോസിലിൻ്റെ അറ്റത്തേക്ക് എത്തും. ഈ നോസിലിൻ്റെ അറ്റത്തുകൂടെ പുറത്ത് ചെറിയ ഓറിഫൈസിലൂടെ വരുന്ന ഗ്യാസ് നമ്മൾ ഇഗ്നൈറ്റ് ചെയ്തിട്ട് കത്തിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് കത്തിക്കുന്നതാണ് സ്പാർക്ക് ലൈറ്റ് എന്നുള്ള ഉപകരണം വെച്ചിട്ടാണ് കത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വേരിയസ് സൈസ് പലതരത്തിലുള്ള ഫ്ലെയിമുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്സിജൻ്റെ അളവും കൂട്ടിയും കുറച്ചൊക്കെ പലതരത്തിലുള്ള ഫ്ലെയിമുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദി നോസിൽസ് ആർ നമ്പേർഡ് വിത്ത് ദെയർ കൺസംഷൻ ഓഫ് ഗ്യാസ് ലിറ്റേഴ്സ് പെർ അവർ. ഈ നോസിലിന് നമ്പർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു മണിക്കൂറിൽ എത്ര ഗ്യാസ് ഉപയോഗിക്കുന്നു. നമുക്കറിയാം, വളരെ ചെറിയ ഹോളുള്ള നോസിലാണെങ്കിൽ ഒരു മണിക്കൂറിൽ വളരെ കുറച്ച് മാത്രമേ ഗ്യാസ് ഉപയോഗിക്കുള്ളൂ. എന്നാൽ ഹോൾ വലിപ്പം കൂടുന്ന വെച്ചാൽ നമുക്ക് ഗ്യാസ് ഉപയോഗം കൂടും. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയുന്നത് ലോ പ്രഷർ ബ്ലോ പൈപ്പിനെ കുറിച്ചാണ്. ലോ പ്രഷർ ബ്ലോ പൈപ്പിൻ്റെ പ്രത്യേകത, ഇതിൽ അസറ്റിലിൻ വാതകം നമുക്കൊരു ജനറേറ്റർ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഹൈ പ്രഷർ സിലിണ്ടറല്ല ഉപയോഗിക്കുന്നത്. ലോ പ്രഷർ നമ്മൾ കാൽസ്യം കാർബൈഡും വാട്ടറൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അസറ്റിലിൻ. ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നൊരു ഉപകരണം. അതിൽ നിന്ന് വരുന്ന ഗ്യാസ് എന്ന് പറഞ്ഞാൽ വളരെ ലോ പ്രഷറിലാണ് വരുന്നത്. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും. അതുപയോഗിച്ച് വെൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ലോ പ്രഷർ ബ്ലോ പൈപ്പ്. അതിൻ്റെ ഉപകരണങ്ങൾക്ക് ചെറിയ മാറ്റമുണ്ട്. ദി ബ്ലോ പൈപ്പ് ഹാസ് ആൻ ഇഞ്ചക്ടർ ഇൻസൈഡ് ദ ബോഡി ത്രൂ വിച്ച് ദി ഹൈ പ്രഷർ ഓക്സിജൻ പാസസ്. അപ്പോൾ ഹൈ പ്രഷർ ഓക്സിജൻ തന്നെയാണ് ഇതിനെ പാസ് ചെയ്യുന്നത്. എന്നാൽ അതിന് ഒരു ഇഞ്ചക്ടർ എന്നൊരു പാർട്ട് ഇതിന് അധികമുണ്ട്. ദിസ് ഓക്സിജൻ ഡ്രോസ് ദ ലോ പ്രഷർ അസറ്റിലിൻ ഫ്രം ആൻ അസറ്റിലിൻ ജനറേറ്റർ ഇൻ ടു മിക്സിംഗ് ചാമ്പർ ആൻഡ് ഗീവ്സ് ഇറ്റ് ദി നെസസറി വെലോസിറ്റി ടു ഗെറ്റ് എ സ്റ്റഡി ഫ്ലെയിം ആൻഡ് ദി ഇഞ്ചക്ടർ ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ബാക്ക് ഫയറിങ്. അപ്പോൾ ഇഞ്ചക്ടർ നമുക്ക് ബാക്ക് ഫയർ, തിരിച്ച് തീ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ ഈ ഹൈ പ്രഷറിലുള്ള ഓക്സിജൻ ഉപയോഗിച്ച് ലോ പ്രഷറിലുള്ള അസറ്റിലിനെ നമ്മൾ അതിനുള്ളിലേക്ക് എത്തിക്കാൻ, മിക്സിംഗ് ചാമ്പറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതിനാണ് ഇഞ്ചക്ടർ ഉപയോഗിക്കുന്നത്. ആ ഇഞ്ചക്ടർ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയൊരു വാൾവാണ്. ഈ വാൾവിൻ്റെ ഉള്ളിൽ കൂടെ 2 ഭാഗത്തൂടെ ഓക്സിജനും വരുന്നു, സെൻറ്ററിലുള്ള അസറ്റിലിനും വരുന്നു. അപ്പോൾ കൂടുതൽ വെലോസിറ്റിയിൽ അസറ്റിലിനെ തള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. The low pressure blow pipe is similar to the equal pressure blow pipe except that inside its body an injector with a small narrow hole and center through the which high pressure oxygen is passed. അപ്പോൾ ഇതിൽ ഈ ലോ പ്രഷർ ബ്ലോ പൈപ്പിൽ ശരിക്കും ഹൈ പ്രഷർ ബ്ലോ പൈപ്പിന് സെയിം തന്നെയാണ്. അതിനൊരു ഇഞ്ചക്ടർ എന്നുള്ള പാർട്ട് മാത്രം ഉള്ളിലുണ്ടായിരിക്കും. അതൊരു നാരോ പാസ്സാണ്. ദിസ് ഹൈ പ്രഷർ oxygen while coming out the injector creates a vacuum in the mixing chamber and sucks the low pressure acetylene from the gas generator. അതിൽ താഴെ ചിത്രം ശ്രദ്ധിക്കുക. ഇതിൽ 2 ഭാഗത്തോടെയും അസറ്റിലിൻ വരുന്നു, സെൻട്രലുള്ള ഓക്സിജൻ വരുന്നു. സെൻട്രലുള്ള ഓക്സിജൻ ഹൈ പ്രഷറിൽ പോകുമ്പോൾ അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നു. ഈ വാക്വത്തിലേക്കാണ് അസറ്റിലിൻ ഉള്ളോട്ട് കയറുന്നത്. അങ്ങനെയാണ് ഇത് മിക്സ് ആവുന്നത്. കാരണം അസറ്റിലിൻ ജനറേറ്ററിൽ നിന്ന് ഉണ്ടാക്കിയ ഗ്യാസ്, അസറ്റിലിൻ ഗ്യാസ് വളരെ പ്രഷർ കുറഞ്ഞ ടൈപ്പാണ്. ഈ പ്രഷർ കുറഞ്ഞ ഗ്യാസിനെ നമ്മൾ മിക്സിംഗ് ചാമ്പറിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് 2 ഭാഗത്തോടെ ഓക്സിജൻ ഹൈ പ്രഷറിൽ വരുന്നത്. ഓക്കെ,
The LP blow pipe is more expensive than HP blow pipe, but it can be used on high pressure system if required. അപ്പം ലോ പ്രഷർ ബ്ലോ പൈപ്പിന് ചിലവ് കൂടുതലാണ് ഹൈ പ്രഷറിനേക്കാളും. പക്ഷേ ലോ പ്രഷർ ബ്ലോ പൈപ്പ് നമുക്ക് വേണമെങ്കിൽ ഹൈ പ്രഷറിനും ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത കെയർ ആൻഡ് മെയിൻ്റനൻസ്. ദി വെൽഡിംഗ് ടിപ്സ് ആർ മെയ്ഡ് ഓഫ് കോപ്പർ മേ ബി ഡാമേജ്ഡ് ബൈ കെയർലെസ് ഹാൻഡ്ലിംഗ്. നമുക്കറിയാം വെൽഡിംഗ് ടിപ്പ് കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അതിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. നോസിൽ ഷുഡ് നെവർ ബി ഡ്രോപ്പ്ഡ് ഓർ യൂസ്ഡ് ഫോർ മൂവിങ് ഓർ ഹോൾഡിംഗ് ദ വർക്ക്. നോസിൽസ് ഒരിക്കലും വേറെ സാധനങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ളതായിട്ട് ഉപയോഗിക്കരുത്. ദി നോസിൽ ഓറിഫൈസ് ഷുഡ് ബി ഓൺലി ബി ക്ലീൻഡ് വിത്ത് ദി ടിപ്പ് ക്ലീനർ സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ദിസ് പർപ്പസ്. ഈ നോസിൽ ഓറിഫൈസ് ഇടയ്ക്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതിനുള്ളിൽ കരിയും മറ്റും പറ്റിക്കിടക്കും. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്, ടിപ്പ് ക്ലീനർ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഹോൾസ് ഉണ്ട്. ഓരോ നോസിലിനുള്ള ഹോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പലതരം ഇതാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അറ്റ് ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ് ദി നോസിൽ ടിപ്പ് ഷുഡ് ബി ഫയൽഡ് ടു റിമൂവ് ദി ഡാമേജ് ടു ദ ടിപ്പ് ഡ്യൂ ടു എക്സസീവ് ഹീറ്റ് ഓഫ് ദ ഫ്ലെയിം ആൻഡ് ദി മോട്ടർ മെറ്റൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് ഫയൽ ചെയ്ത് കൊടുക്കണം ഈ നോസിൽ ടിപ്പ് കറക്റ്റ് ഹോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. The inlet for acetylene is left hand threaded and that for oxygen is right hand threaded. നമുക്കറിയാം അതിന് അസറ്റിലിന് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡുള്ള കണക്ഷനാണ് ഉപയോഗിക്കുന്നത്, ഓക്സിജന് റൈറ്റ് ഹാൻഡ് ത്രെഡുള്ള കണക്ഷനാണ് ഉപയോഗിക്കുന്നത്. ടേക്ക് കെയർ ടു ഫിറ്റ് ദി കറക്റ്റ് ഹോസ് പൈപ്പ് വിത്ത് ദി ബ്ലോ പൈപ്പ്. ഈ ബ്ലോ പൈപ്പിൻ്റെ അടുത്തിലേക്ക് കറക്റ്റായിട്ടുള്ള ഹോസ് പൈപ്പ് ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ഹോസ് ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്യാം. അറ്റ് ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസ് പുട്ട് ഓഫ് ദ ഫ്ലെയിം ആൻഡ് ഡിപ്പ് ദി ബ്ലോ പൈപ്പ് ഇൻ കോൾഡ് വാട്ടർ. ഇപ്പോൾ ഓവർ ഹീറ്റ് ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോസിൽ ഓഫാക്കിയിട്ട് ഒരു തണുത്ത വെള്ളത്തേക്ക് മുക്കണം. കാരണം ഓവർ ചൂടായി കഴിഞ്ഞാൽ ഇത് കേടുവരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ബ്ലോ പൈപ്പിനെ കുറിച്ചായിരുന്നു. പിന്നെ നമുക്ക് അടുത്ത് പറയാൻ പോകുന്നത് ബ്ലോ പൈപ്പിൻ്റെ ഉള്ളിലൂടെ വരുന്ന ഫ്ലെയിമിനെ കുറിച്ചാണ്. ഫ്ലെയിം, പലതരത്തിലുള്ള ഫ്ലെയിമുകൾ പ്രധാനമായിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ബോത്ത് ദി ഗ്യാസസ് കമ്പൈൻ ഇൻ ദ പ്രോസസ് ഓഫ് വെൽഡിങ് ആൻഡ് കം ഔട്ട് ഇൻ ദ ടിപ്പ് ഓഫ് പ്രൊഡ്യൂസ് ഫ്ലെയിം. അപ്പോൾ നമ്മൾ ഈ ഗ്യാസ് മിക്സിംഗ് ചാമ്പറിൻ്റെ പുറത്തൂടെ വന്നതിന് ശേഷം ഇതിൻ്റെ ടിപ്പിലൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഇത് വരുന്നു, അവിടെ കത്തിച്ചതിന് ശേഷം ഒരു ഫ്ലെയിമായിട്ട് വരുന്നു, തീജ്വാലായിട്ട് വരുന്നു. ദർ ആർ 3 ടൈപ്സ് ഓഫ് ഫ്ലെയിംസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ബേണിംഗ്, അസറ്റിലിംഗ് ആൻഡ് ഓക്സിജൻ. ഈ അസറ്റിലും ഓക്സിജനും ബേൺ ചെയ്തിട്ട് നമുക്ക് 3 തരം ഫ്ലെയിം ഉണ്ടാക്കാൻ പറ്റും. ദർ ആർ 3 ടൈപ്സ് ഓഫ് ഫ്ലെയിംസ്: ന്യൂട്രൽ ഫ്ലെയിം, കാർബറൈസിങ് ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിം. ഇത് 3 തരത്തിലുള്ള ഫ്ലെയിമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ന്യൂട്രൽ ഫ്ലെയിമും കാർബറൈസിങ് ഫ്ലെയിമും ഓക്സിഡൈസിങ് ഫ്ലെയിമും. ആ ഫ്ലെയിമുകൾ നമ്മൾ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചിത്രം നോക്കി അറിയാൻ പറ്റും. ഓക്സിജനും അസറ്റിലും തുല്യ അളവിലായാൽ അത് ന്യൂട്രൽ ഫ്ലെയിമാണ്. ഓക്സിജൻ്റെ അളവ് കൂടുതലായാൽ അത് ഓക്സിഡൈസിങ് ഫ്ലെയിമാണ്. അസറ്റിലിൻ്റെ അളവ് കൂടുതലായാൽ അത് കാർബറൈസിങ് ഫ്ലെയിമാണ്. ഇതാണ് 3 തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ഓരോന്നായിട്ട് പരിഗണിക്കാം. ഫസ്റ്റ് ന്യൂട്രൽ ഫ്ലെയിം. ആ ചിത്രം ശ്രദ്ധിക്കുക. 2 ഹീറ്റാണുള്ളത്. അതിൻ്റെ ഒരു വൈറ്റ് കോൺ നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും, റൗണ്ട് ഇതിട്ട്. അതിൻ്റെ പുറത്ത് വേറൊരു കവറിങ് കാണാൻ പറ്റും. ഓക്കെ. ഔട്ടർ കോൺ, അത് ഔട്ടർ കോണിന് ചൂട് കുറവായിരിക്കും, ഇന്നർ കോണിന് ചൂട് കൂടുതലായിരിക്കും. ബോത്ത് ഓക്സിജൻ ആൻഡ് അസറ്റിലിംഗ് ആർ ബേൺഡ് ഇൻ ദ സെയിം ക്വാണ്ടിറ്റി ഇൻ ദ ബ്ലോ പൈപ്പ്. അപ്പോൾ അത് ബ്ലോ പൈപ്പിൽ നമുക്കറിയാം കൺട്രോൾ വാൾവ് വെച്ചിട്ട് ഓക്സിജനും അസറ്റിലിംഗും തുല്യ അളവിൽ കൊടുക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന ഫ്ലെയിമാണ് ന്യൂട്രൽ ഫ്ലെയിം. ദി ഇൻറ്റേർണൽ കോൺ ഓഫ് ദ ന്യൂട്രൽ ഈസ് ലെങ്തി ആൻഡ് ക്ലിയർലി ലൗണ്ട്. ഈ ഇതിനുള്ളിൽ കാണുന്ന ഒരു ഇൻറ്റേർണൽ കോൺ, ആ ചിത്രത്തിൽ കാണുന്ന വെള്ള കളറുള്ള ഇൻറ്റേർണൽ കോൺ, ഇത് പക്ഷെ നീളം കൂടിയതായിരിക്കും. അതുപോലെ ഒരു റൗണ്ട്, ഏകദേശം റൗണ്ട് ഷേപ്പിലും ആയിരിക്കും. ദിസ് ഫ്ലെയിം ഈസ് യൂസ്ഡ് ഇൻ വെൽഡിംഗ്, കാസ്റ്റ് അയൺ, മൈൽഡ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് അലുമിനിയം. ഇപ്പോൾ സാധാരണ നമ്മൾ നടത്തുന്ന വെൽഡിങ്ങൊക്കെ കാസ്റ്റ് അയൺ ആയാലും മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ നമുക്ക് ഈ ന്യൂട്രൽ ഫ്ലെയിമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അടുത്ത പറയാവുന്നത് കാർബറൈസിങ് ഫ്ലെയിം. കാർബറൈസിങ് ഫ്ലെയിമിന് ഒരു റൗണ്ടും കൂടി കൂടുതൽ കാണുന്നുണ്ട്. അതൊരു ഇന്നർ വൈറ്റ് ഫ്ലെയിം ഉണ്ട് 2500, പിന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് റെഡ് ഫ്ലെയിം ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ കോണും പുറത്തും കാണാൻ പറ്റും. വെൻ ദ ക്വാണ്ടിറ്റി ഓഫ് അസറ്റിലിംഗ് ഈസ്
മോർ ദാൻ ദ ഓക്സിജൻ ഇറ്റ് ഈസ് കാൾഡ് കാർബണൈസിങ് ഫ്ലെയിം. എപ്പോഴാണോ അസറ്റിലിൻ്റെ അളവ് ഓക്സിജനേക്കാളും കൂടുതലാവുന്നത് അപ്പോഴാണ് നമ്മൾ കാർബണൈസിങ് ഫ്ലെയിം നമുക്ക് കിട്ടുന്നത്. അവിടെ അസറ്റിലിൻ നമ്മൾ കൂടുതൽ കൊടുക്കുന്നു മിക്സിംഗ് ചാമ്പറിലേക്ക്. ദ മിഡിൽ സെക്ഷൻ ഓഫ് ദിസ് ഫ്ലെയിം ഈസ് നോൺ ആസ് ദി ഇൻ്റർമീഡിയറ്റ് സോൺ. അപ്പോൾ ഇതിനൊരു സെൻറ്ററിൽ വേറൊരു സെക്ഷൻ കൊണ്ട് കാണാൻ പറ്റും, അതിനൊരു ഇൻ്റർമീഡിയറ്റ് സോൺ എന്ന് നമുക്ക് പറയും. ദിസ് ഫ്ലെയിം ഈസ് യൂസ്ഡ് ഇൻ വെൽഡിംഗ്, ഹൈ കാർബൺ സ്റ്റീൽ, അലോയ് സ്റ്റീൽ ആൻഡ് അലുമിനിയം. അപ്പോൾ ഈ ഫ്ലെയിം നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീലിൽ ഉപയോഗിക്കുന്നു, അലോയ് സ്റ്റീലിൽ ഉപയോഗിക്കുന്നു, അതുപോലെ അലുമിനിയത്തിന് ഉപയോഗിക്കുന്നു. ഇതൊക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ കാർബണൈസിങ് ഫ്ലെയിം ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഓക്സിഡൈസിങ് ഫ്ലെയിം. അതിൽ ഓക്സിജനാണ് കൂടുതലുള്ളത്. ഓക്സിജൻ ഇത് കൂടുതലാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഫ്ലെയിമിൻ്റെ നീളം കുറയും. കാരണം അസറ്റിലിംഗ് ആണ് കത്തുന്ന വാതകം, ഇത് കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ഇൻ ഓക്സിഡൈസിങ് ഫ്ലെയിം the quantity of oxygen is more than as compared to the quantity of acetylene. അപ്പോൾ ഓക്സിഡൈസിങ് ഫ്ലെയിമിൽ അസറ്റിലിനെ അപേക്ഷിച്ചിട്ട് ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും. ദിസ് ഫ്ലെയിം ഈസ് സിമിലർ ടു ന്യൂട്രൽ ഫ്ലെയിം. ദി ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ദ ഇന്നർ കോൺ ഈസ് കമ്പാരിറ്റീവ്ലി തിൻ ആൻഡ് സ്മാൾ. ഇത് ഏകദേശം ന്യൂട്രൽ ഫ്ലെയിമിന് സെയിം തന്നെയാണ്, എന്നാൽ അതിൽ ഇന്നർ കോണ് കുറച്ച് കനം കുറഞ്ഞതും ചെറുതും ആയിരിക്കും. ദിസ് ഫ്ലെയിം ഈസ് യൂസ്ഡ് ഇൻ വെൽഡിംഗ് ബ്രാസ്, കാസ്റ്റ് അയൺ ആൻഡ് ബ്രോൺസ്. ഈ ഫ്ലെയിം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വെൽഡ് ചെയ്യാൻ വേണ്ടി, ബ്രാസ്, കാസ്റ്റ് അയൺ, ബ്രോൺസ് ഒക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്, ഓക്സിഡൈസിങ് ഫ്ലെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ബ്ലോ പൈപ്പ്, ആ ബ്ലോ പൈപ്പ് കൂടാതെ നോസിൽ, ആ നോസിൻ്റെ അറ്റത്തോട്ട് വരുന്ന ഫ്ലെയിം, ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്.